എറണാകുളം അങ്കമാലിയിലെ ലഹരി ഇടപാട് കേസിൽ ടാൻസാനിയ സ്വദേശി അറസ്റ്റിൽ. ടാൻസാനിയൻ പൗരനായ റെജിനാരോ പോൾ ആണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. അങ്കമാലിയിൽ നേരത്തെ നടന്ന മയക്കുമരുന്ന് കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. വിനീത വി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. വിനീത, ഈ എറണാകുളം അങ്കമാലി ലഹരി ഇടപാടിൽ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒരു ടാൻസാനിയ സ്വദേശിയാണ്. ഇയാൾക്ക് മറ്റെന്തെല്ലാം ഇയാളൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കുമല്ലോ, എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? തീർച്ചയായും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ നെറ്റ്വർക്കിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ അന്വേഷണം ഈ ടാൻസാനിയ സ്വദേശിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അങ്കമാലിയിൽ സമാനമായ രീതിയിലൊരു മയക്കുമരുന്ന് കേസ് നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് ഈ മയക്കുമരുന്ന്, ഈ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്നാണ് അങ്കമാലിയിൽ നിന്നുള്ള പോലീസ് സംഘം ഈ ബാംഗ്ലൂരിലേക്ക് ഈ പ്രതിയെ തേടി എത്തിയത്. ഈ ബാംഗ്ലൂരിൽ വെച്ചാണ് ടാൻസാനിയ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. റെജിനാരോ പോൾ ആണ് അറസ്റ്റിലായത്. ഇയാൾക്ക് 29 വയസ്സാണ് പ്രായം. ഇതിനിടയിൽ ഇയാൾ ഈ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് പല തവണകളായി കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസുമായി നടത്തിയ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം ഈ ടാൻസാനിയ സ്വദേശിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ഒപ്പം തന്നെ ആ നെറ്റ്വർക്കിൽ ആ കണ്ണിയിൽ മറ്റാരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി, വിനീത വി ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.